നമസ്കാരം, SBC മീഡിയയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ചരിത്രവും പുരാതനവുമായ കാനന ക്ഷേത്രമായ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലിന്റെ കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്താണെന്ന് നമുക്ക് ഇതിന്റെ ട്രസ്റ്റ് അംഗങ്ങളോട് തന്നെ ചോദിച്ചാൽ. പഞ്ചഭൂതങ്ങൾ കുടികൊള്ളും 5 നടകൾ പിന്നിട്ട് പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന 41 പടികൾ. പടികൾ ഇറങ്ങിയാൽ അച്ഛൻ കോവിലാറിന്റെ വിശ്വാസ തീരമായി. ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാരങ്ങൾ ഇപ്പോഴും അണുവിടാതെ തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്ന ഭക്തരുടെ അഭയസ്ഥാനം. അച്ഛൻ കോവിൽ കോന്നി ശബരിമല കാനന പാതയിൽ അച്ഛൻ കോവിലാറിന്റെ തീരത്താണ് 24 മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന ഈ കാനന ക്ഷേത്രം. നമസ്കാരം, ഞാൻ ലാവണ്യ സുരേന്ദ്രൻ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായ കാനന ക്ഷേത്രമായ ഊരാളി അപ്പൂപ്പൻ കാവിലാണ്. ഇവിടുത്തെ പൂജകളെക്കുറിച്ചും ഇവിടുത്തെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഇതിന്റെ പ്രസിഡന്റായ ശാന്തകുമാർ സാറിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സാർ. അപ്പം ഇവിടുത്തെ കാനന ക്ഷേത്രമായ ഊരാളിക്കാവ് എല്ലാവർക്കും അറിയാം. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച്, ഇവിടുത്തെ പൂജകളെക്കുറിച്ച്, ഇവിടുത്തെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളെക്കുറിച്ചും ഒന്ന് പറഞ്ഞാൽ നല്ലത്. വളരെയേറെ ചരിത്ര പ്രസിദ്ധവും പുരാതനവുമായ ഒരു പുണ്യസങ്കേതമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു കാനന വിശ്വാസ കേന്ദ്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. അപ്പൂപ്പൻ കാവിന്റെ ചരിത്രങ്ങളും അപ്പൂപ്പൻ കാവിന്റെ ചരിത്ര സംഹിതകളും വാമൊഴിയിൽ കൂടിയാണ് ഞങ്ങൾക്ക് പഴമക്കാർ പകർന്നു നൽകിയത്. അതായത് പൂർവികരായി നടത്തി വരുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് ഈ കാവിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ വിശ്വസിക്കുന്നത് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ. 999 മലകൾക്ക് അധിപനായ കല്ലേലി ഊരാളി അപ്പൂപ്പന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പുണ്യഭൂമിയാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ്. കരപകുത്ത നാടായിട്ടാണ് മുൻകാലങ്ങളിൽ പൂർവികരായിട്ട് ഇവിടെ അറിയപ്പെടുന്നത്. കരപകുത്ത നാടുകൾ എന്ന് പറയുമ്പോൾ പന്തളം 18 കരയെന്ന് പറയുന്നുണ്ട്, തട്ട 8 കരയെന്ന് പറയുന്നുണ്ട്, അരുവാപ്പുലം 300 കരയെന്ന് പറയുന്നുണ്ട്, കോന്നി കരയെന്ന് പറഞ്ഞു. പൂർവികരായിട്ടുള്ള ഞങ്ങളുടെ അപ്പൂപ്പന്മാർ പറഞ്ഞു തന്നത് കരപകുത്ത നാടായിട്ടാണ് നമ്മുടെ ദേശങ്ങളൊക്കെ. മുമ്പ് അങ്ങനെയാണല്ലോ, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെയാണ് നമ്മുടെ കേരളത്തെ തന്നെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അരുവാപ്പുലം കരയെന്നും കോന്നി കരയെന്നും പന്തളം കരയെന്നും തട്ട കരയെന്നും ഒക്കെ അറിയപ്പെടുന്ന ഒരു ചരിത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത് അച്ഛൻകോവിൽ പുണ്യ പൂങ്കാവനമാണ്. അച്ഛൻകോവിൽ നദിയാണ് സമീപത്തുകൂടി ഒഴുകുന്നത്. അപ്പോൾ കിഴക്കൻ പൂങ്കാവനം എന്നും ഈ പ്രദേശത്തെ അറിയപ്പെടും, കിഴക്കൻ മലയെന്നും അറിയപ്പെടും. അപ്പോൾ ഇവിടുത്തെ ആചാരങ്ങൾ താമ്പൂല സമർപ്പണത്തിനാണ് ഏറ്റവും. താമ്പൂല വെറ്റിലെ അടയ്ക്കുക, മുറുക്കാൻ വെക്കുക, അടുക്ക് വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ അപ്പൂപ്പനോടുള്ള ആദ്യത്തെ അപേക്ഷ എന്ന് പറയുന്നത്. അപ്പൂപ്പന് അടുക്ക് വയ്ക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ പൊങ്കാലയുണ്ട്, അതുപോലെ മലയ്ക്ക് പടേണിയുണ്ട്, വെള്ളംകുടി നിവേദ്യമുണ്ട്, അപ്പൂപ്പന് വിഭവങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങുകൾ കൂടിയുണ്ട്. വ്യത്യസ്തമായ പൂർവികർ പകർന്നു നൽകിയ ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ആരാധനയും ആചാരക്രമവുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടയടയ്ക്കാറില്ല. 24 മണിക്കൂർ ഇവിടെ തുറന്ന് അപ്പൂപ്പൻ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ നിലകൊള്ളുന്ന ഒരു വിശ്വാസമാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഭക്തജനങ്ങൾക്ക് ഇവിടേക്ക് കടന്നു വരാം. തങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും അപ്പൂപ്പനോട് പങ്കുവയ്ക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. ഇവിടെ രാജഭരണകാലത്തും അപ്പൂപ്പന് ഇവിടെ ഇരിപ്പിടം ഉണ്ടായിരുന്നു, അപ്പൂപ്പന്റെ വിശ്വാസം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോഴും അപ്പൂപ്പൻ ഇവിടെ ഫോറസ്റ്റ് ഏരിയ ആണെങ്കിൽ തന്നെ ബ്രിട്ടീഷ് ആധിപത്യമുള്ളപ്പോഴും അപ്പൂപ്പൻ ഇവിടെ ആചാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജനാധിപത്യത്തിലേക്ക് വന്നു, ഇപ്പോഴും ഇവിടെ. അപ്പം പൂർവികമായി പകർന്നു നൽകിയ ഒരു വലിയ ആചാരാനുഷ്ഠാനമാണ് ഇവിടെ നിലനിൽക്കുന്നത്. മലകളെയും പുഴകളെയും ജന്തുജീവജാലങ്ങളെയും മാനവകുലത്തിനും സംരക്ഷണം നൽകുന്ന ഒരു പ്രപഞ്ച ശക്തിയായിട്ടാണ് കല്ലേലി ഊരാളി അപ്പൂപ്പനെ ഇവിടെ ആചരിക്കുന്നത്. പ്രപഞ്ചത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പ്രകൃതിയെ ആരാധിക്കുന്ന, ജന്തുജീവജാലങ്ങളെ ആരാധിക്കുന്ന, പാമ്പിനെ ആരാധിക്കുന്ന, കല്ലിനെ ആരാധിക്കുന്ന, കാവിനെ ആരാധിക്കുന്ന, ഗ്രഹങ്ങളെ ആരാധിക്കുന്ന, സൂര്യനെ, ചന്ദ്രനെ,
ആരാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത്. ഇതെല്ലാം ഈ പ്രപഞ്ചം നിദാനമായി നിൽക്കുന്നത് കല്ലേലി ഊരാളി അപ്പൂപ്പനാണ്. മലകളാണ് ഏറ്റവും പ്രധാനം. മലദേവനായിട്ട് കല്ലേലി ഊരാളി അപ്പൂപ്പന് ഈ മലകളുടെയൊക്കെ സംരക്ഷകനായി ആയിട്ടാണ് കല്ലേലി ഊരാളി അപ്പൂപ്പനെ സംരക്ഷിക്കുന്നത്. ഇവിടുത്തെ ആചാരങ്ങൾ 10ാമതയുമാണ് ഏറ്റവും ശ്രേഷ്ഠം. മേടം 1 വിഷുവിന് ആരംഭം കുറിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ ചടങ്ങുകൾ 10ാമതയുമാണ് അപ്പൂപ്പന്റെ ജന്മ ഉത്സവമായിട്ട്. ഇവിടെ ഉത്സവ ചടങ്ങുകൾക്ക് ഇവിടെ ഒത്തുകൂടലാണ്. വിവിധ നാടിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കരകളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു ഒത്തുകൂടലാണ് ഇവിടെ അപ്പൂപ്പന്റെ മുന്നിൽ ഒത്തുകൂടി തങ്ങൾക്ക് കഴിയുന്ന നേർച്ച കാഴ്ചകളും വഴിപാടുകളും അപ്പൂപ്പനെ സമർപ്പിച്ച് അപ്പൂപ്പനെ എത്രത്തോളം സംതൃപ്തിപ്പെടുത്താമോ സന്തോഷപ്പെടുത്താമോ അത്രത്തോളം നമ്മളെയും സംരക്ഷിക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ സംരക്ഷകനായിട്ടാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ. 10ാമതയത്തിന് സ്ത്രീ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ആദിത്യ പൊങ്കാലയാണ് ഇവിടെ. ആദിത്യൻ എന്ന് പറഞ്ഞാൽ സൂര്യഭഗവാന് അപ്പൂപ്പന്റെ പിതാവായിട്ട് സൂര്യനെയാണ് ഇവിടെ ഭക്തജനങ്ങൾ വാഴ്ത്തപ്പെടുന്നത്. അല്ലെ പൂർവികരായി പറഞ്ഞു കേൾക്കും. അപ്പോൾ സൂര്യൻ അപ്രത്യക്ഷമായാൽ ഒന്നുമില്ല, പ്രപഞ്ചമില്ല എന്നുള്ള ശക്തിയാണ് ഇവിടെ. അതുകൊണ്ട് ആദിത്യ പൊങ്കാലയ്ക്കാണ് ഇവിടെ സന്താന സൗഭാഗ്യത്തിന് തങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും വിവിധ കരകളിലും സ്ത്രീകളെത്തി അപ്പൂപ്പന് 10ാമതയ ആദിത്യ പൊങ്കാല സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. അതുപോലെ 10ാമതയത്തിന് പടയണി, അതും കരിക്കും മറ്റ് പൂജാദ്രവ്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടുള്ള മഹത്തായ വലിയ പടയണിയാണ് 10ാമത്. അതുപോലെ അന്നദാനം, എല്ലാ ദിവസവും അന്നദാനം ഇവിടെയുണ്ട്. എല്ലാ 365 ദിവസവും ഇവിടെ അപ്പൂപ്പന്റെ മുന്നിൽ വരുന്ന ആരും തന്നെ വിശന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൂപ്പന്റെ കാഴ്ചപ്പാട്, അപ്പൂപ്പന്റെ സന്തോഷം. അതുകൊണ്ട് അപ്പൂപ്പന്റെ മുന്നിൽ വരുന്ന എല്ലാവർക്കും രാവിലെ 9 മണി മുതൽ അന്നദാനം കഞ്ഞിയാണ് അപ്പൂപ്പന് ഇഷ്ടമുണ്ട്. കഞ്ഞി, പയറ്, അച്ചാർ പ്രധാനമായിട്ടുള്ളതാണ്. ഉത്സവ ചടങ്ങുകളിൽ മറ്റ് സമൂഹ സദ്യയും നടത്തപ്പെടുകയുണ്ട്. അതുപോലെ ഇവിടെ പ്രൊഫഷണൽ കലകളായിട്ടുള്ളതൊന്നുമില്ല, നാടൻ കലകൾ മാത്രമേ ഇവിടെ നടത്താറുള്ളൂ. ഭാരതക്കളി, കുമ്പപ്പാട്ട്, പ്രാചീനമായ നാടൻ കലാരൂപങ്ങൾ കോർത്തിണക്കൊണ്ടുള്ള കാവ് ആചാരങ്ങളായിട്ടുള്ള കലകൾ മാത്രമേ ഇവിടെ ഉത്സവത്തിന് നടത്താറുള്ളൂ.
ടീച്ചർ, പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ ഒരു കാനന ക്ഷേത്രമാണ് ഊരാളി അപ്പൂപ്പൻകാവ്. അപ്പം ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി, അതായത് എളുപ്പമാർഗം എങ്ങനെയാണ്? ഭക്തജനങ്ങൾക്ക് കാവിലേക്ക് ഇപ്പോഴത്തെ ആധുനിക സംവിധാനം അനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടി വെബ്സൈറ്റിൽ www.kallieli-urali-appupankavu എന്ന് ടൈപ്പ് ചെയ്താൽ ഗൂഗിൾ മാപ്പ് ലഭ്യമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഗൂഗിൾ മാപ്പ് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ട്രെയിൻ മാർഗം വരുന്നവർക്ക് തിരുവല്ലായിലോ ചെങ്ങന്നൂരിലോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നിയറസ്റ്റ് പത്തനംതിട്ട KSRTC-യിലേക്കുള്ള ബസ് ലഭ്യമാണ്. പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരം അല്ലെങ്കിൽ പുനലൂർ പത്തനാപുരം റൂട്ടിൽ സഞ്ചരിച്ച് എലിയറക്കൽ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ അവിടുന്ന് അരമണിക്കൂർ ഇടവിട്ട് കല്ലിയേലിയിലേക്കുള്ള ബസ് ലഭ്യമാണ്. ബസ് ഏത് സമയം ഉണ്ടോ? അരമണിക്കൂർ ഇടവിട്ട് കോന്നിയിൽ നിന്നും ബസ് സൗകര്യം ലഭ്യമാണ്. അതുപോലെ ഉത്സവ ചടങ്ങുകൾക്കും വിശിഷ്ട കാവിലെ പ്രധാന ചടങ്ങുകൾക്ക് സ്പെഷ്യൽ സർവീസ് കോന്നിയിൽ നിന്ന് കല്ലിയേലിക്കാവിലേക്കുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിത്യ അന്നദാന മണ്ഡപമാണ്. ഇവിടെ വരുന്ന ഭക്തർക്ക് ഏത് സമയത്തും വന്നാലും ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. പ്രകൃതിയുടെ മറ്റൊരു സൗന്ദര്യമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാനന ഭംഗിയും അച്ചൻകോവിലാറും ക്ഷേത്രത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുന്നു.